നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പള അനന്തപുരയിലെ വ്യവസായ പാർക്കിലെ പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറിയിൽ അന്വേഷണം ആരംഭിച്ച് അധികൃതർ. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണ് അന്വേഷണം നടത്തുന്നത്. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന് വ്യാഴാഴ്ച തറക്കല്ലിടും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിടും. കാസർഗോഡ് ഉപജില്ലാ കലോത്സവത്തിന് കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 30-ന് തിരി തെളിയും. 5 ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിനുള്ള ഒരുക്കങ്ങളായി. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നു. തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാകണമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. രാത്രി റോഡരികിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരുമ്പാമ്പു ചുറ്റി. സ്പെഷ്യൽ റിപ്പോർട്ട്. വയലാർ രാമവർമ്മയുടെ 50ാം അനുസ്മരണ വാർഷികം. തൃക്കരിപ്പൂരിൽ ഗാനാർച്ചന നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മംഗൽപാടിയിൽ പോരാട്ടം കടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രമുഖർ രംഗത്ത്. വാർത്തകൾ വിശദമായി. കുമ്പള അനന്തപുരയിലെ വ്യവസായ പാർക്കിലെ പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറിയിൽ അന്വേഷണം ആരംഭിച്ച് അധികൃതർ. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണ് അന്വേഷണം നടത്തുന്നത്. അപകടത്തിൽ അസം സ്വദേശിയായ ഒരു തൊഴിലാളി മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 6 പേർ മംഗളൂരുവിൽ ചികിത്സയിലാണ്. കുമ്പള അനന്തപുര വ്യവസായ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് വൻ അപകടമുണ്ടായത്. തിങ്കളാഴ്ച വൈകിട്ട് 6:50ഓടെയായിരുന്നു സംഭവം. പരിസര പ്രദേശങ്ങളെ ഉൾപ്പെടെ പ്രകമ്പനം കൊള്ളിച്ച ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത്. അപകടത്തിൽ ഒരു തൊഴിലാളി മരിക്കുകയും 6 തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. എറണാകുളം പെരുമ്പാവൂർ സ്വദേശി പോളിയുടെ ഉടമസ്ഥതയിലുള്ള ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് ഫാക്ടറിയിലാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. സ്ഫോടനത്തിന്റെ തീവ്രതയിൽ ഫാക്ടറി കെട്ടിടത്തിന്റെ ഭാഗങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. അപകടം നടക്കുമ്പോൾ ഫാക്ടറിക്കുള്ളിൽ ജോലിയിലുണ്ടായിരുന്ന 20ഓളം തൊഴിലാളികളാണ് ദുരന്തത്തിൽപ്പെട്ടത്. അസം സ്വദേശിയായ 19-കാരനായ നജീറുൽ അലിയാണ് മരണപ്പെട്ട തൊഴിലാളി. പരിക്കേറ്റ തൊഴിലാളികളിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. കാസർഗോഡ് നിന്നുൾപ്പെടെ 15ഓളം ആംബുലൻസുകൾ എത്തിച്ച് തൊഴിലാളികളെ ഉടൻ തന്നെ കുമ്പളയിലെയും മംഗളൂരുവിലെയും ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോയത്. രക്ഷപ്പെട്ട തൊഴിലാളികൾ ഇപ്പോഴും അപകടത്തിന്റെ ഞെട്ടലിലാണ്. ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കാര്യം പല തൊഴിലാളികൾക്കും ഇനിയും വിശ്വസിക്കുവാനായിട്ടില്ല. बॉयलर नहीं वो आदमी का नाम क्या है? आदमी का इधर में बहुत सारा आदमी है. किसका नाम है? ये इधर में काम करता है. बहुत सारा आदमी रुकता है ना. किसका नाम याद रखेगा? शिफ्ट का टाइम कितना आदमी के अंदर से? ये लोग रात के 8-9 बजे तक काम करता है. बाद में शिफ्ट चेंज होता है. 8 नहीं आदमी रुकता है. 4 आदमी रुकता है. 4 आदमी ऐसे ഹോസ്പിറ്റൽ പറഞ്ഞിട്ടുണ്ട്. 4-5 പേരെ കൊണ്ടുവരുന്നു. പക്ഷെ ഗുരുതരം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അധികം ആൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അമിത മർദ്ദമുണ്ടായതാണ് ബോയിലർ പൊട്ടിത്തെറിക്കുവാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകട വിവരം ലഭിച്ച ഉടൻ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കുമ്പള പോലീസും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കാസർഗോഡ്, ഉപ്പള എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകളും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സിന് പൂർണ്ണമായും തീയണക്കുവാനായത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെ നമ്മൾ നോക്കി ബാക്കിയുള്ള ഇവിടെയുള്ളവരെ കൺഫേം ചെയ്ത് ആരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായിട്ട് അയച്ചു. ഇതിപ്പോ നമ്മളെ ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം ഇത് തീ പൊട്ടിത്തെറിച്ചിട്ടാണോ അതോ ആ ഒരു ഷെഡ് വീണിട്ടാണോ കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയത്? അങ്ങനെ ഈ പൊട്ടിത്തെറിയിൽ തന്നെ ആവാനാണ് സാധ്യത. അത് കൃത്യമായിട്ട് പരിശോധിച്ചാലേ മനസ്സിലാവും. അത് നാളെ അതിന്റെ പരിശോധന തുടരും ബാക്കി കാര്യങ്ങൾ. ഇത് അമിതമായ ചൂട് കൊണ്ട് ബോയിലർ പൊട്ടിത്തെറിച്ചെന്ന് മനസ്സിലാക്കും. നമുക്കൊരു 6:47 കോൾ വരുന്നത് കാസർഗോഡ് ഫയർ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ എല്ലാ കാഷ്വാലിറ്റിനെയും ഇവർ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തൊഴിലാളികൾ പറഞ്ഞതേ ഇത് ലീക്ക് ഉണ്ടായിരുന്നു. അത് നേരത്തെ ഇവരോടൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അവരൊക്കെ വലിയ ആളുകളല്ലേ, അതുകൊണ്ട് ഇത് മാറ്റിയില്ല എന്നൊക്കെ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രാഥമികമായിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതിനെപ്പറ്റി ഇപ്പോൾ വ്യക്തമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണെന്നുള്ള പരിശോധിച്ചാലേ പറയാൻ പറ്റും. അത് പരിശോധിക്കാം. എൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. തീ ഇപ്പോൾ പൂർണ്ണമായി അടച്ചിട്ടുണ്ട്. നമ്മൾ JCB കൊണ്ടുവന്ന് മാറ്റി ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കംപ്ലീറ്റ് വലിച്ച് മാറ്റി കംപ്ലീറ്റ് അതിൻ്റെ കൂടെ തന്നെ വേറെ ആരെങ്കിലും അതിൻ്റെ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി ഫുള്ളായിട്ട് ആക്കിയപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി.
കൂടുതൽ ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അഗ്നിശമന സേന പരിശോധിച്ചു വരികയാണ്. ദുരന്ത വിവരമറിഞ്ഞ് ഫാക്ടറി പരിസരത്ത് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. ഇത് രക്ഷാപ്രവർത്തനത്തിന് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതിനിടെ സ്ഫോടനം പരിസര പ്രദേശത്തുൾപ്പെടെ പ്രകമ്പനം സൃഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നടുക്കമുളവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ബോയിലർ സ്ഫോടന സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുവാൻ കാസർഗോഡ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുവാനും സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കുവാനും ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അന്വേഷണത്തിന്റെ ചുമതല ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ എറണാകുളത്തുള്ള കെംറക് വിഭാഗത്തിനാണ് നൽകിയിരിക്കുന്നതെന്നും കളക്ടറുടെ പ്രസ്താവനയിൽ പറയുന്നു. ഇവരുടെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സ്ഫോടനം നടന്ന ഫാക്ടറി പരിസരത്ത് പോലീസ് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഫാക്ടറി പരിസരത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന് ഒക്ടോബർ 30 വ്യാഴാഴ്ച കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിടുമെന്ന് രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ R ജയപ്രകാശ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52.68 കോടി രൂപയാണ് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിനായി അനുവദിച്ചത്. ബിസിനസ് സ്റ്റഡീസ് സ്കൂളിന് കീഴിലുള്ള മാനേജ്മെന്റ് സ്റ്റഡീസ്, ടൂറിസം സ്റ്റഡീസ്, കൊമേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്നീ പഠന വിഭാഗങ്ങൾക്കായാണ് 4 നിലകളുള്ള കെട്ടിടം ഒരുങ്ങുന്നത്. 7500 ചതുരശ്ര അടിയിൽ കേരളീയ മാതൃകയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 25 സ്മാർട്ട് ക്ലാസ് മുറികൾ, ഡിപ്പാർട്ട്മെന്റൽ ലൈബ്രറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഓഫീസ് മുറികൾ എന്നിവയുണ്ടാകും. 50 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ്, 1 ലക്ഷം ലിറ്ററിൻ്റെ മഴവെള്ള സംഭരണി, 500 പേരെ ഉൾക്കൊള്ളുന്ന സെമിനാർ ഹാൾ തുടങ്ങിയവയും കെട്ടിടത്തിലൊരുക്കും. വിദ്യാഭ്യാസ മന്ത്രാലയമല്ലാതെ മറ്റൊരു മന്ത്രാലയത്തിൽ നിന്ന് കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത്. 2019-2020 വർഷത്തിൽ ഹോസ്റ്റൽ നിർമ്മാണത്തിന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം തുക അനുവദിച്ചിരുന്നു. പെൺകുട്ടികളുടെ ഹോസ്റ്റലിന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം 19.13 കോടിയും ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് കേന്ദ്ര ന്യൂനപക്ഷ സാമൂഹ്യനീതി മന്ത്രാലയങ്ങൾ ഒരുമിച്ച് 22.26 കോടി രൂപയും നൽകി. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഈ അധ്യയന വർഷം മുതൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ സർവകലാശാല ആരംഭിച്ചതായും വരും വർഷങ്ങളിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ആരംഭിക്കുമെന്നും രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ R ജയപ്രകാശ് അറിയിച്ചു. തറക്കല്ലിടൽ ചടങ്ങാണ് ഈ വരുന്ന 30-ാം തീയതി, ഒക്ടോബർ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്ക് ക്യാമ്പസിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തറക്കല്ലിടൽ നടക്കുകയും അതിനുശേഷം ലൈബ്രറി ഹാളിൽ അതിനോടനുബന്ധിച്ചുള്ള സമ്മേളനം ചേരുകയും ചെയ്യും. ബഹുമാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സിദ്ധു P. അൽഗൂർ സാറ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ തറക്കല്ലിടൽ ചടങ്ങ് നടക്കുകയും അതിനോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിൽ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർകൾ, ഉദുമ MLA CH കുഞ്ഞമ്പു അവർകൾ, രജിസ്ട്രാർ ഇൻചാർജ് ജയപ്രകാശ്, സ്കൂൾ ഓഫ് ബിസിനസ് സ്റ്റഡീസ് ഡീൻ സജി TG എന്നിവർ സംസാരിക്കുന്നതുമാണ്. ഈ സ്കൂളിന് ഏകദേശം 7500 സ്ക്വയർ മീറ്ററിൽ വിസ്തൃതമായ ബിൽഡിംഗാണ് അവിടെ പണി കഴിപ്പിക്കുന്നത്. 25 സ്മാർട്ട് ക്ലാസ് റൂമുകളോടുകൂടി 4 നിലയിലായിട്ട് കമ്പ്യൂട്ടർ ഫെസിലിറ്റീസും 1 ലക്ഷം ലിറ്റർ മഴവെള്ള സംഭരണിയും 50 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റും ഉള്ള ഒരു ഗ്രീൻ ബിൽഡിംഗ് ആണ് വിഭാവനം ചെയ്യുന്നത്. ഫിനാൻസ് ഓഫീസർ ഇൻചാർജ് പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, പബ്ലിക് റിലേഷൻസ് ഓഫീസർ K. സുജിത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 30-ന് തിരി തെളിയും.
5 ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിനായി അതിവിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ 30, 31, നവംബർ 3, 4 തീയതികളിലായി കാസർഗോഡ് GHSSൽ നടക്കും. 140ഓളം സ്കൂളുകളിൽ നിന്നായി 14 വേദികളിൽ 314 മത്സര ഇനങ്ങളിലായി ആകെ 7654 കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ഗവൺമെൻറ് HSSൽ തയ്യാറാക്കുന്ന 6 വേദികൾ കൂടാതെ നഗരസഭാ കാര്യാലയത്തിന് അടുത്ത് വനിതാ ഹാൾ, ചിന്മയ വിദ്യാലയം ഹാൾ, മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ, ലൈബ്രറി ഹാൾ, ടൗൺ ഹാൾ, സന്ധ്യാരാഗം ഹാൾ തുടങ്ങി 8ഓളം വേദികൾ ഒരുക്കും. നവംബർ 3 വൈകുന്നേരം 3 മണിക്ക് കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷനും സംഘാടക സമിതി ചെയർമാനുമായ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിക്കും. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും റിയാലിറ്റി ഷോ ഫെയിമുമായ സുരേഷ് പള്ളിപ്പാറ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനനെ NA നെല്ലിക്കുന്ന് MLA ആദരിക്കും. ലോഗോ ഡിസൈൻ ചെയ്ത ജ്യോതിഷ് കുമാറിന് ഉപഹാര വിതരണം നടത്തും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഉപജില്ലയാണ് കാസർഗോഡ് ഉപജില്ല. ദിവസവും 2200ഓളം കുട്ടികൾ, അവരെ എസ്കോർട്ട് ചെയ്യുന്ന അധ്യാപകർ, ഒഫീഷ്യൽസ് ഇവർക്ക് വേണ്ട ഭക്ഷണം എന്നിവ തയ്യാറാക്കി നൽകും. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് കലോത്സവം നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് ഉപജില്ല കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. 140ഓളം സ്കൂളിൽ നിന്ന് ഏകദേശം 12,000 കുട്ടികൾ മാറ്റിയെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കാസർഗോഡ് ഉപജില്ലാ കലോത്സവം എന്ന് പറയുന്നത്. ഒക്ടോബർ 30, 31 തീയതികളിലും അതുപോലെ തന്നെ നവംബർ 3, 4, 5 തീയതികളിലുമായിട്ടാണ് നമ്മുടെ കാസർഗോഡ് GHSS സ്കൂളിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പണികളൊക്കെ പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ അബ്ബാസ് ബീഗം, ജനറൽ കൺവീനർ PK സുനിൽ, പ്രധാന അധ്യാപിക A ഉഷ, AEO അഗസ്റ്റിൻ ബെർണാഡ് മൊന്തേറോ, PTA പ്രസിഡന്റ് NK ഉദയകുമാർ, SMC ചെയർപേഴ്സൺ ആൻസി മാത്യു, മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ പ്രദീപ് നാരായണൻ, കൺവീനർ CK മദനൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TV നാരായണൻ, കൺവീനർ T മധുപ്രശാന്ത്, ധനകാര്യ കമ്മിറ്റി കൺവീനർ B ഉഷാകുമാരി, സ്റ്റാഫ് സെക്രട്ടറി N അബ്ദുറഹിമാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ 23 പരാതികൾ പരിഗണിച്ചു. വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും തൊഴിലിടങ്ങളിൽ ചൂഷണത്തിന് വിധേയരാകുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് കൃത്യമായ വേതനം നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തുന്ന പ്രവണത വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. കുടുംബപരമായ വിഷയങ്ങൾ, അതിർത്തി വഴിതർക്കങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവ ബാഹ്യ ഇടപെടലുകൾ മൂലം പരിഹരിക്കാൻ കഴിയാത്ത സാമൂഹിക പ്രശ്നങ്ങളായി വളരുന്ന സാഹചര്യത്തിൽ അവ തുടക്കത്തിൽ തന്നെ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികളുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. നമ്മുടെ തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാവേണ്ടതായിട്ടുണ്ട്. വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളെ പോലും ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നു എന്നത് ആശങ്ക ഉളവാക്കുന്നതാണ്. ഇന്ന് അത്തരത്തിലുള്ള ഒരു പരാതി കമ്മീഷന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ കൃത്യമായി വേതനം ലഭിക്കാത്തതിൻ്റെ പേരിലുള്ള ഒരു പരാതിയുമായിട്ട് കമ്മീഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം കേസുകളിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നതാണ്. മറ്റ് കുടുംബപരമായ വിഷയങ്ങളിൽ ബാഹ്യ ഇടപെടലുകൾ മൂലം ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത തോതിൽ സമൂഹത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട്. കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ 23 പരാതികൾ പരിഗണിച്ചു. ഇതിൽ ഒരെണ്ണം തീർപ്പാക്കി. ഒരു പരാതി ജാഗ്രതാ സമിതിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു പരാതി സെക്രട്ടറിയുടെ റിപ്പോർട്ടിനു വേണ്ടി അയച്ചിട്ടുണ്ട്. 20 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു.
അഡ്വക്കേറ്റ് ഇന്ദിരാവതി, കൗൺസിലർ രമ്യാമോൾ, ASI സുപ്രഭ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു. കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികളും വഴിതർക്കങ്ങൾ, തൊഴിലിടങ്ങളിലെ വേതന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാത്രി റോഡരികിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിൻ്റെ കാലിൽ പെരുമ്പാമ്പ് ചുറ്റി. വനപാലകർക്ക് കൈമാറുന്നതിനായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തു ചാടുകയായിരുന്നു. റിപ്പോർട്ട് കാണാം. രാത്രി റോഡരികിൽ നിന്ന് മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിൻ്റെ കാലിൽ പെരുമ്പാമ്പ് ചുറ്റി. മാവുങ്കാലിനടുത്താണ് സംഭവം. കാലിൽ ചുറ്റിയ പെരുമ്പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറുന്നതിനായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ച പാമ്പ് അർദ്ധരാത്രിയിൽ പുറത്തു ചാടി. മണിക്കൂറുകൾ നീണ്ട തിരിച്ചിലിനൊടുവിൽ പെരുമ്പാമ്പിനെ വീടിനുള്ളിലെ മുകൾ ഭാഗത്തെ എയർഹോൾസിൽ നിന്നും കണ്ടെത്തി. മാവുങ്കാൽ പുതിയ കണ്ടത്തെ മണികണ്ഠന്റെ കാലിലാണ് പെരുമ്പാമ്പ് ചുറ്റിയത്. കുശവൻകുന്ന് റോഡരികിൽ നിന്ന് രാത്രി 10 മണിയോടെ ഫോണിൽ സംസാരിക്കവെയാണ് പെരുമ്പാമ്പ് ചുറ്റിയത്. ഒരാളിൽ കൂടുതൽ ഉയരവും 20 കിലോയോളം ഭാരവും വരും. കാലിൽ നിന്നും മാറ്റിയ പാമ്പിന്റെ വയറ് വീർത്ത നിലയിൽ കണ്ട് ഗർഭിണിയാണോ എന്ന സംശയമായി. ഇളക്കിവിട്ടാൽ വാഹനം കയറി ചാകുമെന്ന സംശയമായി. രാത്രി ബന്ധപ്പെട്ടവരെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് പാമ്പിനെ ചാക്കിലാക്കി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മുറിയിൽ സൂക്ഷിച്ചിരുന്നു. രാവിലെ വനപാലകർക്ക് കൈമാറാൻ തീരുമാനിച്ച് ചാക്കിനുള്ളിൽ വായു കടക്കാൻ ദ്വാരമുണ്ടാക്കി. പുലർച്ചെ 3 മണിക്ക് ഉറക്കമുണർന്നു നോക്കിയപ്പോൾ ചാക്കിനുള്ളിൽ പെരുമ്പാമ്പില്ല. വാതിൽ പൂട്ടിയിരുന്നു. മുറി മുഴുവൻ തിരഞ്ഞിട്ടും പാമ്പിനെ കാണാതായതോടെ ആശങ്കയായി. സമീപത്തുള്ള സുഹൃത്തുക്കളെ കൂടി വിളിച്ച് വീണ്ടും തിരഞ്ഞപ്പോഴാണ് മുറിക്കുള്ളിലെ വായു കടക്കുന്ന വിടവിൽ ചുരുണ്ട് കിടക്കുന്നത് കണ്ടത്. പാമ്പെങ്ങനെ മുകളിൽ കയറിയെന്നതിൽ ആശ്ചര്യമാണ്. കേബിൾ വയർ മുറിയിലുള്ളതിനാൽ ഇതിലൂടെയാണോ എന്ന് സംശയമുണ്ട്. വീണ്ടും ചാക്കിലാക്കിയ പെരുമ്പാമ്പിനെ ഇന്നലെ രാവിലെ ഓട്ടോയിൽ കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിച്ച് കൈമാറി. സ്വന്തം കാലിൽ ചുറ്റിയ പെരുമ്പാമ്പിനെ സംരക്ഷിച്ച് എത്തിച്ചു നൽകിയിട്ടും വണ്ടിക്കൂലി പോലും കിട്ടിയില്ലെന്ന് പരാതിപ്പെടുകയാണ് മണികണ്ഠൻ. ജ്യോതിർലക്ഷ്മി, ന്യൂസ് ഡെസ്ക്, KCN. അനശ്വരനായ വയലാർ രാമവർമ്മയുടെ 50ാം അനുസ്മരണ വാർഷികത്തിൽ തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സ്മാരക ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗാനാർച്ചനയിൽ 3 തലമുറയിലെ ഗായകർ ഒത്തുചേർന്നു. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം മുതൽ ലതാ മങ്കേഷ്കർ ആലപിച്ച കദളി കൺകദളി വരെ 15ൽ പരം പാട്ടുകളാണ് ആലപിച്ചത്. വ്യത്യസ്ത മേഖലകളിലുള്ള 10 ഗായകരാണ് വയലാർ രചിച്ച സിനിമാ ഗാനങ്ങൾ ആലപിച്ചത്. MAM വായനശാലയിൽ നടന്ന വയലാർ അനുസ്മരണവും ഗ്രന്ഥശാലാ സംഘം സർഗോത്സവ വിജയികൾക്കുള്ള അനുമോദനവും പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ VK രതീശൻ ഉദ്ഘാടനം ചെയ്തു. വയലാറിനെ കുറിച്ച് പറഞ്ഞാൽ മലയാളത്തിലെ കവിതകളെ സംഗീതവുമായി സമന്വയിപ്പിച്ച, സിൻക്രണൈസ് ചെയ്ത ഒരു മഹാനായ എഴുത്തുകാരനായിരുന്നു വയലാർ. ഒന്നും പറയാനില്ല. നമുക്ക് വയലാറിന്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ ഡെക്കേഡ്സ്, ദശാബ്ദങ്ങൾക്ക് ശേഷം ഇപ്പുറം ഗന്ധർവ സംഗീതം, അതുപോലെ ഇപ്പോൾ ഫ്ലവേഴ്സിൽ നടക്കുന്ന സംഗീത പരിപാടി, എല്ലാ പരിപാടികളിലും ഇപ്പോഴും നമ്മുടെ പിഞ്ചുകുട്ടികൾ, വയലാറിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാതിരുന്ന മക്കൾ ഇപ്പോഴും തെരഞ്ഞെടുക്കുന്നത് വയലാറിന്റെ ഗാനങ്ങളാണ്. ക്ലബ്ബ് പ്രസിഡന്റ് കക്കുന്നം പത്മനാഭൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV മനോജ്, ഗ്രന്ഥാലയം പ്രസിഡന്റ് V പവിത്രൻ മാസ്റ്റർ, സെക്രട്ടറി A സവിത എന്നിവർ സംസാരിച്ചു. സർഗോത്സവത്തിൽ വിജയികളായ ഗ്രന്ഥാലയം ബാലവേദിയിലെ 10ൽ പരം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള കർണാടക അതിർത്തിയിലെ തുമിനാട് പ്രദേശത്ത് ഹരിയാനയിൽ നിന്നെത്തിയ 2 പെൺകുട്ടികൾക്ക് കടുത്ത പനി കടിച്ചു. കേരള കർണാടക അതിർത്തിയിലെ തുമിനാട് പ്രദേശത്ത് ഹരിയാനയിൽ നിന്നെത്തിയ 2 പെൺകുട്ടികൾക്ക് കടുത്ത പനി ബാധിച്ചതിനെ തുടർന്ന് ഒരാൾ മരിച്ചു. മറ്റൊരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ചികിത്സാ ചുമതല നാട്ടുകാർ ഏറ്റെടുത്തു.
ഹരിയാന സ്വദേശിയായ 9 വയസ്സുകാരിയായ മഹിയാണ് മരിച്ചത്. അവർക്കൊപ്പമുണ്ടായിരുന്ന 13-കാരിയായ കനിക ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബന്ധുവീട്ടിൽ എത്തിയ ഇവർക്ക് അസുഖം ബാധിച്ചപ്പോൾ സ്ഥലത്ത് ബന്ധുക്കളാരും ഇല്ലാത്തതിനാൽ തുമിനാട്ടിലെ സാമൂഹിക പ്രവർത്തകർ ഇടപെട്ട് പെൺകുട്ടികളെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. തുമിനാട് അറബ് റൈഡേഴ്സ് ക്ലബ് അംഗങ്ങളും സാമൂഹിക പ്രവർത്തകൻ ഇല്യാസ് തുമിനാട്, അബ്ദുൽ ലത്തീഫ് ബാബയുടെ സംഘങ്ങളും ചേർന്ന് പെൺകുട്ടികളെ ആശുപത്രിയിലെത്തിക്കുകയും ഹരിയാനയിലെ കുടുംബവുമായി ബന്ധപ്പെടുകയും ചെയ്തു. മഹിയുടെ മാതാപിതാക്കൾ ദൂരെ ആയിരുന്നതിനാൽ സാമൂഹ്യ പ്രവർത്തകരുടെ സംഘമാണ് എല്ലാ ശവസംസ്കാര ക്രമീകരണങ്ങളും ഏറ്റെടുത്തത്. ഉദ്യാവര ശ്മശാനത്തിൽ മഹിയുടെ അന്ത്യകർമ്മങ്ങൾ നടന്നു. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന കനികയുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും വഹിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു. ആഷിഖ്, റഫീഖ്, അൻവർ, ഇബ്ബു, ഹരീഷ്, ഷന്നു, ഖലീൽ തുടങ്ങിയവർ ഈ സേവന പ്രവർത്തനത്തിൽ സജീവമായി പങ്കാളികളായിരുന്നു. ഈ സംഭവം നാട്ടുകാരിൽ അഗാധമായ ദുഃഖമുണ്ടാക്കിയെങ്കിലും മാനുഷികതയോടെ സഹായഹസ്തം നീട്ടിയ തുമിനാട്ടിലെ സാമൂഹിക പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ വ്യാപകമായ പ്രശംസ നേടിയിരിക്കുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മംഗൽപാടി പഞ്ചായത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തിനായി പ്രമുഖർ രംഗത്ത്. ഗോൾഡൻ അബ്ദുറഹിമാൻ, PM സലീം ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രസിഡന്റ് സ്ഥാനത്തിനായി പിടിമുറുക്കിയിരിക്കുന്നവരിൽ പ്രധാനികൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മംഗൾപാടി പഞ്ചായത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗോൾഡൻ അബ്ദുറഹ്മാൻ, PM സലീം ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രംഗത്ത്. മംഗൾപാടിയിലും പരിസരത്തും പൊതുപ്രവർത്തന മേഖലയിലൂടെ പരിചിതനാണ് ഗോൾഡൻ അബ്ദുറഹ്മാൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ MSF യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് യൂണിറ്റ് പ്രസിഡന്റായി. തുടർന്ന് മംഗൾപാടി പഞ്ചായത്ത് MSFന്റെ പ്രസിഡന്റ്, MSF മണ്ഡലം ട്രഷറർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. MSF മണ്ഡലം പ്രസിഡന്റായി തുടർച്ചയായി 3 പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ MSFന്റെ സെക്രട്ടറിയായും ജില്ലാ ട്രഷററായും അദ്ദേഹം പ്രവർത്തിച്ചു. ഈ കാലയളവിൽ തന്നെ ഗോവിന്ദപ്പൈ ഗവൺമെൻറ് കോളേജ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചു. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് 2010 മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബന്ദിയോട് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. MSFന്റെ സംസ്ഥാന ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് മുസ്ലിം യൂത്ത് ലീഗ് മഞ്ചേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറിയായി. KVG ലോ കോളേജിൽ നിയമപഠനം നടത്തുന്നതിനിടെ 2020 കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് മഞ്ചേശ്വരം ജില്ലാ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു. നിലവിൽ മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. PM സലീം MSF യൂണിറ്റ് പ്രസിഡന്റ്, പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി, പ്രസിഡന്റ്, മണ്ഡലം വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചയാളാണ്. നിലവിൽ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റാണ്. ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബിന്റെ പഞ്ചായത്ത് ബോർഡിൽ വികസന സ്ഥിരം കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇവരിൽ ആര് പ്രസിഡന്റ് സ്ഥലത്തേക്ക് വരും എന്ന് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിന് 1 വയസ്സ്. ആഘോഷരാവിലെ അപ്രതീക്ഷിത ദുരന്തം 1 വർഷത്തിനിപ്പുറവും നാടിനെയാകെ തളർത്തിയിരിക്കുകയാണ്. 6 പേർ മരിക്കുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദുരിതത്തിൽ നിന്നും ഇരകൾ ഇതുവരെയായും മോചിതരായിട്ടില്ല. ഒക്ടോബർ 29-നാണ് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെ നാടിനെ നടുക്കിയ വെടിക്കെട്ടപകടം ഉണ്ടായത്. മൂവാളംകുഴി ചാമുണ്ടിയുടെ തോറ്റം പുറപ്പാട് സമയം ക്ഷേത്രത്തിന് സമീപത്തായി പടക്കം പൊട്ടിച്ചതിൻ്റെ തീപ്പൊരി പടക്കശേഖരത്തിലേക്ക് വീണാണ് മഹാദുരന്തം ഉണ്ടായത്. മഹാസ്ഫോടനത്തിൻ്റെ പ്രകമ്പനത്തിൽ നാടൊന്നാകെ വിറങ്ങലിച്ചു. 6 പേരുടെ ജീവനുകളാണ് ഈ ദുരന്തത്തിൽ പൊലിഞ്ഞത്. 148 പേർക്ക് പൊള്ളലേറ്റു. ഇതിൽ 50-ലധികം പേർക്ക് വലിയ രീതിയിലാണ് പൊള്ളലേറ്റത്. ആളുകൾ തിങ്ങി നിറഞ്ഞ ഇടത്ത് പടക്കങ്ങൾ സൂക്ഷിച്ചത് ദുരന്തത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു. സർക്കാർ മന്ത്രിസഭായോഗം ചേർന്ന് വെടിക്കെട്ടപകടത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ആശുപത്രി ചെലവുകൾ ഏറ്റെടുക്കുകയും മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ധനസഹായം അനുവദിക്കുകയും ചെയ്തു. പക്ഷേ തുടർ ചികിത്സയ്ക്കും വിദഗ്ധ ചികിത്സയ്ക്കും ഭീമമായ തുക വേണ്ടിവന്നത് ദുരിതബാധിതരെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കി. ആശുപത്രികളിൽ സർക്കാർ ധനസഹായം മുടങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി. ദുരന്തബാധിതർക്ക് സാധ്യമായ സഹായങ്ങളെല്ലാം ക്ഷേത്ര കമ്മിറ്റി ഒരുക്കി നൽകി. മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപയും
പരിക്കുപറ്റിയ 110 പേർക്ക് 1 ലക്ഷം രൂപയും ധനസഹായവും നൽകി. നാടിനെ കണ്ണീരിലാക്കിയ മഹാദുരന്തത്തിന് 1 വയസ്സ് തികയുമ്പോൾ ആ ഓർമ്മകൾ നീലേശ്വരത്തുള്ളവർക്ക് ഇപ്പോഴും ഉള്ളുപൊള്ളുന്ന വേദന കൂടിയാണ്. ആഘോഷരാവിലെ അപ്രതീക്ഷിത ദുരന്തത്തിൽ 1 വർഷത്തിനുപ്പുറവും നാടൊന്നാകെ തേങ്ങുകയാണ്. 2024 വെടിക്കെട്ടപകടം കാരണം വീരർക്കാവിൽ ഈ വർഷം കളിയാട്ടം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ STU കാസർഗോഡ് ടൗൺ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും SM അബ്ദുൽ റഹ്മാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി STU ജില്ലാ പ്രസിഡന്റ് A അഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ STU കാസർഗോഡ് ടൗൺ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും SM അബ്ദുൽ റഹ്മാൻ അനുസ്മരണവും കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ നടന്നു. STU ജില്ലാ പ്രസിഡന്റ് A അഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ജീവിത ശൈലി രോഗങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സൗകര്യം വന്നാൽ ഇന്ന് വലിയ മൾട്ടി ഹോസ്പിറ്റലാണ് നമ്മുടെ നാടിൽ ഉള്ളത്. അവർ നമ്മളെ കാത്തിരിക്കുക. ചെറിയ ഒരു രോഗം, ഒരു 50 രൂപ ഗുളികക്ക് തീരുന്ന രോഗം ആ ഹോസ്പിറ്റലിൽ എത്തിയാൽ അവർ നിരവധി ടെസ്റ്റുകൾ നടത്തി ഒരു 5000 രൂപ നമ്മളെ ഇന്ന് അവർ വാങ്ങും. അത് ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് താങ്ങാവുന്നതല്ല. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാനുള്ള എന്താണ് മുൻകരുതൽ, അത് നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും ആണ്. യൂണിറ്റ് പ്രസിഡന്റ് മൊയ്നുദ്ദീൻ ചെമ്മനാട് അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി SM അബ്ദുൽ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദയാലൈഫിലെ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി IK ജീവിതശൈലി രോഗ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. STU ജില്ലാ ജനറൽ സെക്രട്ടറി മുത്തലിബ് പാറക്കട്ട, ട്രഷറർ PIA ലത്തീഫ്, സുബൈർ മാര, ഷംസീർ മണിയനോടി, BM ഹാരിസ് ബോവിക്കാനം, അഷ്റഫ് മുതലപ്പാറ, ഖലീൽ പടിഞ്ഞാർ, പ്രസാദ് എന്നിവർ സംസാരിച്ചു. സമൂഹത്തിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരായ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി IP, സൈൻ ബഷീർ, K ലക്ഷ്മണ നാരായണ, മുനീർ ടോപ്പ് ഫ്യൂവൽസ്, മഞ്ജു മെക്കാനിക്, അണ്ണു മെക്കാനിക്, ഖാദർ മേൽപ്പറമ്പ മെക്കാനിക്, ഷെരീഫ് കൊടവഞ്ചി, സുബൈർ മാര, ഷംസീർ മണിയനോടി, BM ഹാരിസ് ബോവിക്കാനം, അഷ്റഫ് മുതലപ്പാറ, മൊയ്നുദ്ദീൻ ചെമ്മനാട്, മജീദ് കൊമ്പനടുക്കം, സിദ്ദിഖ് ആലങ്കോൽ, സൈനുദ്ദീൻ ചെമ്മനാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാസർഗോഡ് ദയാലൈഫ് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തുന്ന ആരോഗ്യ കാർഡിന്റെ ബ്രോഷർ പ്രകാശനവും ചടങ്ങിൽ നടന്നു. സിദ്ദിഖ് ആലങ്കോൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NREG കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗം MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക, ഭൂവികസന പ്രവർത്തനം 5 വർഷത്തിലൊരിക്കൽ എന്ന തീരുമാനം അവസാനിപ്പിക്കുക, NMMS സമ്പ്രദായം അവസാനിപ്പിക്കുക, വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനം 200 ആക്കുക, മേറ്റുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. പൊതുയോഗം യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുന്നതല്ല, ഒരു സംസ്ഥാന ഗവൺമെന്റിനും ഇല്ല. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാന ഗവൺമെന്റുകൾക്കും ബാധ്യതയില്ല. ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റാണ്. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ്. ആ നിയമത്തിൽ പറയുന്നത് ഇന്ത്യ രാജ്യത്തിനകത്തെ പട്ടിണി കിടക്കുന്ന പരമദരിദ്രരായ വലിയ വിഭാഗം ജനങ്ങൾക്ക് തൊഴിൽ നൽകണം, അവിടെ ദാരിദ്ര്യം മാറ്റണം. ഇതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തത്, ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദരിദ്ര ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു കണക്കുണ്ട്, ആഗോള അടിസ്ഥാനത്തുള്ളൊരു കണക്ക്. അതിൽ 176 കോടി പരമദരിദ്രരുള്ള നമ്മുടെ ലോകത്തിനകത്ത്
അതിൻ്റെ 4/1 ജീവിക്കുന്നത് എവിടെ അറിയോ? കേരളത്തിലല്ല. നിങ്ങളോട് ഈ ദാരിദ്ര്യം എന്നെല്ലാം പറഞ്ഞാൽ എന്ത് ദാരിദ്ര്യം? ആരോട് പറയുന്നു? ഇല്ലേ, വേറെ ദാരിദ്ര്യം. ജില്ലാ പ്രസിഡന്റ് പി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TMA കരീം, സംസ്ഥാന കമ്മിറ്റി അംഗം M രാജൻ, ബേബി ബാലകൃഷ്ണൻ, ജില്ലാ ട്രഷറർ പാറക്കോൽ രാജൻ, AV രമണി, K സന്തോഷ്, KV ദാമോദരൻ, PA രാജൻ, കുഞ്ഞിക്കണ്ണൻ, PP സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഗൗരി പനയാൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു. പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ചാണ് മേള സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കാഞ്ഞങ്ങാട് യൂണിറ്റ് കുടുംബമേള പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂൾ വെച്ചാണ് സംഘടിപ്പിച്ചത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉപാധി അതാണ്, ഒറ്റപ്പെടാൻ പാടില്ല. സന്തോഷകരമായിരിക്കുക എപ്പോഴും പറയാൻ എളുപ്പമാണ്, സന്തോഷകരമായിരിക്കുമെന്ന് പറയാൻ എളുപ്പമാണ്, ആഹ്വാനം ചെയ്യാൻ എളുപ്പമാണ്. ഓരോ ബന്ധപ്പെട്ടുണ്ടാവും സ്വാഭാവികമായി. ചെറുപ്പത്തിൽ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതിയെന്ന്. കുറച്ച് വലുതായാൽ വിചാരിക്കും എനിക്ക് സ്വന്തമായൊരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ നടക്കാമായിരുന്നു, ചെലവാക്കാമായിരുന്നു. സ്വന്തമായി വരുമാനം ഉണ്ടാകുമ്പോൾ പിന്നെ മറ്റു ബാധ്യതകൾ ഒന്ന് വീടായി, കല്യാണമായി, മക്കളായി, പിന്നെ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായി, അല്ലേ? മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായി. നമ്മളെല്ലാം പ്രത്യേകിച്ചും ഈ തലമുറയിലുള്ളവർ നമ്മളൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഓട്ടോറിക്ഷ കയറുക, അല്പ ദൂരം നടക്കാൻ തന്നെ നടന്നു തന്നെ പോവും. ചായ കുടിക്കണം എന്ന് ആലോചിച്ചാൽ എന്തിനാ ഇപ്പൊ ഹോട്ടൽ ചായ കുടിക്കുന്നത്, വീട്ടിൽ പോയി കുടിച്ചാൽ പോലെ എന്ന് വിചാരിക്കും. ഒരു നാരങ്ങ കുടിക്കാൻ വിചാരിച്ചാൽ ഒരു നാരങ്ങ മതി, സോഡ വേണ്ട എന്ന് വിചാരിക്കും. ഹോട്ടലിൽ ഊണ് കഴിക്കാൻ പോയാൽ പൊരിച്ചത് വേണോ? വേണ്ട, അല്ല രാത്രി പൊരിച്ചത് വേണോ കഴിക്കുക. യൂണിറ്റ് പ്രസിഡന്റ് P ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി K കരുണാകരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ, ബ്ലോക്ക് സെക്രട്ടറി K ചന്ദ്രശേഖരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PV നിർമ്മല, N രാധ എന്നിവർ സംസാരിച്ചു. KV നാരായണൻ, KK കണ്ണൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സാംസ്കാരിക വേദി കൺവീനർ T മൊയ്തു മാസ്റ്റർ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി K അമ്പാടി നന്ദിയും പറഞ്ഞു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 1 മുതൽ 6 വരെ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവ പ്രചരണ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ കേന്ദ്രങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ചീമേനിയിൽ നിന്നും ആരംഭിച്ച് ചെറുവത്തൂരിൽ സമാപിച്ചു. 6 ദിവസങ്ങളിലായി കലയുടെ കീഴി കൊട്ടുയർത്തുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പ്രചാരണ മുന്നേറ്റം. 35 വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ടീം വിവിധ ടൗണുകളിലും ഗ്രാമങ്ങളിലുമാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ചീമേനി, തൃക്കരിപ്പൂർ, വലിയപറമ്പ്, പടന്ന, പിലിക്കോട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ച് ചെറുവത്തൂരിൽ സമാപിച്ചു. കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, ചന്ദേര SI K രാമചന്ദ്രൻ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV സജീവൻ, PV മുഹമ്മദ് അസ്ലം, PP പ്രസന്നകുമാരി, CV പ്രമീള, കലോത്സവ പ്രചരണ കമ്മിറ്റി ചെയർമാൻ CV ഗിരീശൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയർമാൻ പ്രകാശൻ മുണ്ടക്കണ്ടം എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികളിലേക്കായി അടോട്ട് ശ്രീ പാടാർകുളങ്ങര പുതിയ ദേവസ്ഥാനം ഫണ്ട് സമർപ്പണം നടത്തി. ചടങ്ങിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു. ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി അടോട്ട് ശ്രീ പാടാർകുളങ്ങര പുതിയ ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്കായി ഫണ്ട് സമർപ്പണം നടത്തി. അടോട്ട് പുതിയ ദേവസ്ഥാന സ്ഥാനികരുടെ മഹനീയ സാന്നിധ്യത്തിൽ പുതിയ ദേവസ്ഥാനം മുൻ പ്രസിഡന്റ് രാഘവൻ പള്ളത്തിങ്കാൽ മടിയൻകൂലം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവന് ഫണ്ട് കൈമാറി. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10-32 വർഷങ്ങളായി ഒരു നവീകരണം നടക്കാതെ പല കാരണങ്ങളാലും നീണ്ടുപോയി. ഇപ്പം അതിനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്.
അതുപ്രകാരം നമ്മളിവിടെ നവീകരണ പ്രവർത്തനമായി ഭഗീരഥ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും കാണുന്നതാണ്. വിവിധ ഘടകങ്ങളുടെ സഹായത്തോടെ മറ്റ് ഭക്തങ്ങളുടെ സഹായത്തോടെ ഇവിടെ നമ്മൾ ഏകദേശം 1.5-2 കോടി രൂപയോളം പണം ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ മുമ്പിലത്തെ ഗോപുരത്തിന് ചെമ്പടിക്കേണ്ട പണിയുണ്ട്. അതൊക്കെ ഇപ്പോൾ ആ പണിയൊക്കെ കുറച്ച് മഴക്കാലമായതുകൊണ്ട് കുറച്ച് പണി നിർത്തിവെച്ചിട്ടാണുള്ളത്. അകത്തെ പണിയെല്ലാം മറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തെ പണി നിർത്തിവെച്ചിട്ടാണുള്ളത്. ഇപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ പണി തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇടോട്ട് മുത്തടത്ത് കുതിരി പഴയ ദേവസ്ഥാനം, പുതിയ ദേവസ്ഥാനം. അവിടുന്ന് നമ്മളെ കമ്മിറ്റി അടക്കം മടിയൻ ക്ഷേത്രപാലൻ്റെ ഈ പുനർനിർമ്മാണത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി സ്വരൂപിച്ച, അമ്പല കമ്മിറ്റി കൂടി സ്വരൂപിച്ച ആ സംഖ്യ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാന് ഞങ്ങളെല്ലാവരും കൂടി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അത് നമ്മൾ ക്ഷേത്രപാലന മുമ്പാസം വെച്ച് നമ്മുടെ ചെയർമാൻ ഏൽപ്പിച്ചു. പുതിയ ദേവസ്ഥാനം സെക്രട്ടറി KV നിതീഷ്, പ്രസിഡന്റ് KV കുഞ്ഞമ്പു, ഗജാൻജി വിജേഷ് കണ്ടത്തിൽ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജയൻ അടോട്ട്, നാരായണൻ പള്ളിക്കാപ്പിൽ, ദേവസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മടിയൻകൂലം ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ V നാരായണൻ, KV അശോകൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ P വിജയൻ, നവീകരണ കമ്മിറ്റി വൈസ് ചെയർമാൻ തോക്കാനം ഗോപാലൻ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. നവംബർ 17-18 തീയതികളിലാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2025 നവംബർ 17-18 തിങ്കൾ ചൊവ്വ തീയതികളിൽ നടത്തുന്ന കളിയാട്ട മഹോത്സവത്തിന്റെയും നവംബർ 25-26 തീയതികളിൽ നടത്തുന്ന തിരുവോണ മഹോത്സവത്തിന്റെയും ധനശേഖരണത്തിന്റെ തുടക്കം കുറിച്ചു. ധനശേഖരണത്തിന്റെ ആദ്യ ഫണ്ട് കണിയാംകുന്ന് A ഗോപാലനിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ V സുധാകരൻ ഏറ്റുവാങ്ങി. 1-2 തീയതികളിലാണ് കളിയാട്ടം നടക്കുന്നത്. ക്ഷേത്രത്തിൽ നടന്ന കളിയാട്ടത്തിന് ശേഷം മാത്രമേ നമ്മുടെ ക്ഷേത്ര പരിധിയിലുള്ള വീടുകളിൽ പോലും തെയ്യം കെട്ടിയാടാറുള്ളൂ. ആദ്യം നമ്മുടെ ക്ഷേത്രത്തിൽ കളിയാട്ടം നടത്തണം. അത് വൃശ്ചികം 1-2 തീയതികളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മലബാറിലെ ഏക വാമന ക്ഷേത്രമായ കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തിരുവോണ മഹോത്സവം വൃശ്ചിക മാസത്തിലാണ് നടത്തുന്നത്. അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫണ്ടുദ്ഘാടനം ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. വൃശ്ചികം 25-26 വൃശ്ചികം 9-10 ഡിസംബർ 25-26 നമ്മുടെ തിരുവോണ മഹോത്സവം നടക്കുന്നത്. നവംബർ 25 വൈകുന്നേരത്തോടുകൂടി തിരുവത്താഴത്തിന് അരി അളക്കൽ ചടങ്ങോടുകൂടി നമ്മുടെ തിരുവോണ മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. അനിൽ അടിയോടി, ദാമോദരൻ കോട്ടക്കുച്ചി, E അമ്പൂഞ്ഞി, K നാരായണ വാര്യർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊടവലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള അനന്തപുരയിലെ വ്യവസായ പാർക്കിലെ പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറിയിൽ അന്വേഷണം ആരംഭിച്ച് അധികൃതർ. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണ് അന്വേഷണം നടത്തുന്നത്. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന് വ്യാഴാഴ്ച തറക്കല്ലിടും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിടും. കാസർഗോഡ് ഉപജില്ലാ കലോത്സവത്തിന് കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 30-ന് തിരി തെളിയും. 5 ദിവസങ്ങളിലായി നടക്കുന്ന കലാമാമാങ്കത്തിനുള്ള ഒരുക്കങ്ങളായി. കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നു. തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാകണമെന്ന് വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ. രാത്രി റോഡരികിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ കാലിൽ പെരുമ്പാമ്പു ചുറ്റി. സ്പെഷ്യൽ റിപ്പോർട്ട്. വയലാർ രാമവർമ്മയുടെ 50ാം അനുസ്മരണ വാർഷികം. തൃക്കരിപ്പൂരിൽ ഗാനാർച്ചന നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മംഗൽപാടിയിൽ പോരാട്ടം കടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രമുഖർ രംഗത്ത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.